ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ പാലപ്പമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു കപ്പി കാച്ചണ്ടാത്ത ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചത്. ഇതിനകത്ത് നമ്മൾ അരി അരയ്ക്കുന്നില്ല, തേങ്ങ ചേർക്കുന്നില്ല, കപ്പി കാച്ചുന്നില്ല. ഇതൊന്നുമില്ലാതെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. രാവിലെയൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. തലേ ദിവസം അരി വെള്ളത്തിലിടാൻ മറന്നുപോയാലും നമ്മൾക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാലും സോഫ്റ്റായിട്ടിരിക്കാനുള്ള ഒരു ടിപ്പും കൂടെ ഞാനിതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് മട്ടൺ സ്റ്റ്യൂ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതും നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തോട്ട് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് 1 കപ്പ് ചോറ്. മട്ട റൈസാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് റൈസ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇനി വേണ്ടത് 2 കപ്പ് ചെറിയ ചൂടുവെള്ളം. ഈസ്റ്റ് പെട്ടെന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നത്. ഇനി നമ്മുടെ അപ്പം സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം ഇത് നിറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത്. ഈ സമയം കൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് മട്ടൺ സ്റ്റൂ കൂടെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇഞ്ചി 1 കഷ്ണം, കാന്താരിമുളക് 2 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 10-12 എണ്ണം, വെളുത്തുള്ളി 7 എണ്ണം. ഇത്രയും എടുത്ത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കാന്താരിമുളക് ഇട്ട് കൊടുത്താൽ കറിക്ക് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവും. കാന്താരിമുളക് ഇല്ലെങ്കിൽ മറ്റേ മുളക് തന്നെ ഇട്ട് കൊടുക്കാം. 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. സവാള നീളത്തിലരിഞ്ഞത് 1 എണ്ണം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്താണ് വേവിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് 2 കപ്പ് 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 2-ാം പാലും 1-ാം പാലും ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ മാറ്റി വെച്ചതിന് 2 കപ്പ് 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 വിസിൽ വരുന്നവരെയാണ് ഞാൻ വേവിക്കുന്നത്. ഇതിൻ്റെ വേവ് ഓരോ മട്ടണിനെ ഡിപ്പെൻഡ് ചെയ്ത് കൂടിയും കുറഞ്ഞിരിക്കും. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് വഴറ്റാനുള്ള ചേരുവകൾ കൂടി ശരിയാക്കി വയ്ക്കാം. അതിനായിട്ട് വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് 2 എണ്ണം, ക്യാരറ്റ് 1 എണ്ണം, കാന്താരിമുളക് ഒരു 10-15 എണ്ണം, പട്ട 2 കഷ്ണം, കറിവേപ്പില കുറച്ച്, ഇഞ്ചി നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഗ്രാമ്പൂ 4 എണ്ണം, കുരുമുളക് 5-6 എണ്ണം, ഏലക്ക 4 എണ്ണം, ഉരുളക്കിഴങ്ങ് 2 എണ്ണം. അതിതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കണം. പിന്നെ വേണ്ടത് 1-ാം പാലും 2-ാം പാലുമാണ്. 1-ാം പാല് 2 കപ്പ്, 2-ാം പാല് 4 കപ്പ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് കാന്താരിമുളകാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് നേരമായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ 2-ാം പാലിൽ കിടന്നിട്ട് വേണം ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാൻ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ഈ സമയമാകുമ്പോഴത്തേക്കും മട്ടൺ റെഡി ആയിട്ടുണ്ടായിരിക്കും. നമ്മൾക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. മട്ടണെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമ്മൾക്ക് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം.
ഇപ്പോൾ നമ്മളുടെ പൊട്ടറ്റോയും വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മട്ടണും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. മട്ടണും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. മട്ടൺ വെന്ത് കൂടിയിട്ടൊന്നുമില്ല, കറക്റ്റ് പാകമായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം വേണം നമ്മൾക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഇത് കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരിട്ട് തിളപ്പിക്കരുത്. ചെറുതായിട്ട് തിള വന്നു കഴിയുമ്പോൾ നമ്മൾക്കിത് ഓഫ് ചെയ്യാം. നമ്മൾ 4 കപ്പ് രണ്ടാം പാൽ എടുത്തതിൽ 2 കപ്പ് നമ്മൾ മട്ടൺ വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്തു. ബാക്കി 2 കപ്പാണ് ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്തത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അപ്പത്തിന് നേരത്തെ കുഴച്ച് വെച്ചത് എന്തായി നോക്കാം. ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് പൊങ്ങി വരുന്നത് കണ്ടപ്പോൾ ഞാനതിൻ്റെ ലിഡൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുമുണ്ട്. ഇതിനകത്ത് നമ്മൾ കപ്പി കാച്ചിയിട്ടില്ല, തേങ്ങ ചേർത്തിട്ടില്ല, അരി അരച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി എടുത്തിട്ടുള്ളത് പാലപ്പത്തിനോ ഇടിയപ്പത്തിനോ അല്ലെങ്കിൽ പത്തിരിക്കോ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പച്ചട്ടി ശരിക്ക് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ശരിക്കും അപ്പം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലപോലെ ഹോൾസ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് തേങ്ങ ചേർക്കാത്ത അപ്പാന്ന് ആർക്കും മനസ്സിലാവത്തില്ല. അതേപോലെ തന്നെ കുറേ നേരം കഴിഞ്ഞാലും ഇത് സോഫ്റ്റായി തന്നെ ഇരിക്കും. ഇതിൻ്റെ ഹോൾസ് ശരിയായിട്ടില്ലെങ്കിൽ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാം. ഒന്നുകിൽ അപ്പച്ചട്ടി ചൂട് കൂടി അല്ലെങ്കിൽ ചൂട് കുറഞ്ഞു. ഇത് 2-3 പ്രാവശ്യം ചുറ്റിച്ചാലും നമ്മളുടെ അപ്പത്തിന് ഹോൾസ് ശരിക്കും വരത്തില്ല. ഇതിൻ്റെ സൈഡ് ബ്രൗൺ കളർ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്താലും സൈഡ് പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഇതിൻ്റെ സൈഡെല്ലാം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നടുഭാഗം നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.